വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് ഇസ്ലാം മതവിശ്വാസികൾ എന്ന പാളയം ഇമാം വി.പി. സുഹൈബ് മൗലവി. വഖഫ് സ്വത്തുക്കൾ അല്ലാഹുവിന് ദാനം ചെയ്തതാണെന്നും അവ സംരക്ഷിക്കേണ്ടത് ഇസ്ലാം മതവിശ്വാസികളാണെന്നും പെരുന്നാൾ സന്ദേശത്തിൽ ഇമാം പറഞ്ഞു. കേന്ദ്ര വഖഫ് നിയമ ഭേദഗതിക്കെതിരെ എല്ലാ ഇസ്ലാം മതവിശ്വാസികളും ഒരുമിച്ച് നിന്ന് എതിർക്കണമെന്നും പെരുന്നാൾ ദിനത്തിൽ ഇമാം ആഹ്വാനം ചെയ്തു. വഖഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ധനമാണ്. അള്ളാഹുവിന്റെ ധനം എന്ന നിലയ്ക്ക് അത് അങ്ങേയറ്റം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാനാണ് നമ്മുടെ രാജ്യത്ത് വളരെ വ്യക്തവും കൃത്യവുമായ വഖഫ് നിയമങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും വഖഫ് ട്രൈബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് പുതിയ ബില്ലിൽ. വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഖുർആനിന്റെ തത്വമാണ്. വ്രതശുദ്ധി കഴിഞ്ഞു വരുന്ന പുതിയ നാളേക്ക് നന്മകൾ പകരേണ്ടടുത്താണ് പാളയം ഇമാമിന്റെ ആഹ്വാനം. മുൻപത്തെ സാധാരണക്കാരായ ജനങ്ങൾ സ്വന്തം കിടപ്പാടത്തിന് വേണ്ടി കേണപേക്ഷിക്കുമ്പോൾ അല്ലാഹുവിന്റെ സ്വത്ത് സംരക്ഷിക്കണമെന്നാണ് ഇസ്ലാം മതപണ്ഡിതൻ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. സമീപകാലത്ത് പാളയം ഇമാം വി.പി. സുഹൈബ് മൗലവി വർത്തമാന വിഷയങ്ങളിലൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്നാൽ പെരുന്നാൾ ദിനം എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ വഖഫ് ഭേദഗതിയെയും ബില്ലിനെയും ശക്തമായി എതിർക്കണമെന്ന് മതവിശ്വാസികളോട് ആവശ്യപ്പെടുന്നു. കൂടാതെ വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര സമുദായത്തിലുള്ളവരെയും ഉൾപ്പെടുത്താനുള്ള നീക്കത്തെ എതിർക്കണം. മുനമ്പം വിഷയത്തിൽ കോൺഗ്രസ് എംപിമാരും കോൺഗ്രസ് നേതാക്കളും മൃദുസമീപനം സ്വീകരിക്കുമ്പോഴാണ് ഇസ്ലാം മതപണ്ഡിതന്റെ ഭാഗത്തു നിന്നും ബില്ലിനെ എതിർത്തുകൊണ്ട് വഖഫിനെ അല്ലാഹുവിന്റെ സ്വത്തായി സംരക്ഷിച്ചുകൊണ്ട് കേന്ദ്ര നിയമത്തെ എതിർക്കാനായി ആഹ്വാനം വരുന്നത്. പാളയം ഇമാമിന്റെ ബോധപൂർവമുള്ള കൂട്ടിച്ചേർക്കലുകളാണ് വഖഫിനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ന് നടത്തിയ പെരുന്നാൾ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. ജനം, തിരുവനന്തപുരം.